ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ അത്രയും ഭംഗിയിലായിരുന്നു ലാലേട്ടൻ വന്നേട്ടാ. നമ്മുടെ ഈ സീസണിലെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ആദ്യം ഒന്ന് ചിരിച്ചെങ്കിലും ഭയങ്കര ഗൗരവത്തിലാണ് കേട്ടോ. ഏഴിൻ്റെ പണി ജനങ്ങൾ എങ്ങനെയാണ് ലാലേട്ടനെ ആഗ്രഹിച്ചത് ആ രീതിയിലാണ് ലാലേട്ടൻ ഇപ്പോൾ വന്നത്. സത്യം പറയാലോ, അനീഷിന് എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ അനീഷിനെ മൈൻഡ് ചെയ്തിട്ടില്ല. അനീഷ് ഒരു എന്തോ പറയുമ്പോൾ എന്തോ പറഞ്ഞു, അനീഷിനെ കൊണ്ട് മറ്റുള്ള ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടില്ലേ എന്നൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു. അനീഷ് ഒരു പക്ക ബി മെറ്റീരിയൽ ആയതുകൊണ്ടായിരിക്കണം അനീഷിനെ ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ല. ശനിയാഴ്ച ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച എന്തെങ്കിലും പറയുമെന്ന് നോക്കാം. പക്ഷേ ലാലേട്ടൻ വന്ന അനീഷിനിട്ട് പൂരിക്കണം എന്ന് വിചാരിച്ച ശരത് അപ്പാന് ശരിക്കും പെട്ടു. ശരത്തിനെ ലാലേട്ടൻ നന്നായി കുടഞ്ഞു. ഇത്രയും ദേഷ്യം വെച്ച് നിൽക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് ശരത്ത് ഇത്തിരി ഇമോഷണൽ ആയ പോലെ ഉണ്ട്. പക്ഷെ അത് ഫേസിൽ അറിയാണ്ട് കേട്ടോ. പിന്നെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് രേണുവിനെ വിളിച്ചതിനെ പറ്റി ചോദിച്ചു. രേണു ചമ്മിപ്പോയി ഉരുകിപ്പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അക്ബറിനെ ലാലേട്ടൻ നന്നായി ഒന്ന് കുടഞ്ഞെങ്കിലും അക്ബറിന് അതൊരു പ്രശ്നമല്ലാത്ത പോലെ തോന്നിയിട്ടാണ്. കാരണം അങ്ങനെ വേണം. ലാലേട്ടൻ എന്തെങ്കിലും പറയണത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒന്നുമില്ലെങ്കിൽ ലാലേട്ടൻ ചീത്ത പറഞ്ഞാൽ ആ ചീത്ത കേൾക്കുന്ന ആളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, രണ്ടും വരാം. അപ്പോൾ അത് മനസ്സിൽ വെച്ച് ഇനി ഗെയിം കളിക്കാൻ പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ശരത്തപ്പാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. പക്ഷേ ശരത്തപ്പാനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട്, അനീഷിനൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതും ആൾക്ക് ഫീലായിട്ടുണ്ട്. പിന്നെ അനുമോളെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി, അനുമോൾക്ക് സങ്കടം വരണ പോലെ ഉണ്ടെങ്കിലും ഇതാക്കി, വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അക്ബർ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി. എനിക്ക് തോന്നുന്നു അക്ബറിന് നല്ല ധൈര്യമുണ്ട്, ആൾ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ആദില നൂറേനെ വിളിച്ചിട്ട് മിസ്റ്റർ അപ്പീന്ന് അനീഷിനെ വിളിച്ചത്. അപ്പോൾ അനീഷ് ഭയങ്കരമായിട്ട് നന്മമരം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരെന്ത് വിളിച്ചാലും ഞാൻ ഓക്കെ. അനീഷ് എന്തിനും തയ്യാറായിട്ടാണ് വന്നേക്കണേ. അതുകൊണ്ട് അനീഷിന് എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ആൾക്കൊരു പ്രശ്നമില്ലേ. ആളെ ഗെയിം കഴിഞ്ഞാൽ പിന്നെ ആളുടെ പാട് നോക്കി പോകും. പിന്നെ അവരുടെ ഇടയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് സംസാരിക്കുമ്പോഴൊക്കെ. പക്ഷെ അവരിനി അവരുടെ കൂട്ടത്തിൽ അനീഷിനെ കൂട്ടുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ ഗെയിമിനെ പറ്റി മനസ്സിലാക്കിയ അനുമോളുണ്ട്, റെനയുണ്ട്, ബിന്നിയുണ്ട്. അവരൊക്കെ അനീഷുമായിട്ട് ജസ്റ്റ് കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മോഹൻലാൽ പറയാൻ നെവിനെ അടിപൊളിയായിട്ട് ലാലേട്ടൻ അഭിനന്ദിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അവസാനം നെവിന് ഒരു ഷൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരെണ്ണം വേണമെന്നല്ല പറഞ്ഞത്, ഒരെണ്ണം പോരാ, എനിക്ക് രണ്ടും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നെവിനെ എനിക്ക് തോന്നുന്നു നെവിൻ ഒറ്റയ്ക്ക് കണ്ടൻറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിപ്പോഴാണ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മനസ്സിലായി നെവിൻ ഒറ്റയ്ക്ക് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന്. ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തു. അപ്പോൾ അത് ഇനിയിപ്പോൾ ആ നെവിൻ അവരുടെ ശത്രുപക്ഷത്താവാൻ സാധ്യതയുണ്ട്. പിന്നെ ജിസലിന് മേക്കപ്പ് സാധനങ്ങൾ എടുത്തതിന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി അത് കിട്ടില്ല, എല്ലാ ഡ്രസ്സൊക്കെ തിരിച്ചയക്കുകയാണ്, ഇനി എല്ലാ ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസിന് വീട്ടിൽ നിന്ന് വിളിക്കാൻ ഒരു അവസരം കിട്ടി. ഷാനവാസിന് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ആൾക്ക് ടെൻഷൻ താങ്ങാൻ പറ്റാത്തൊരു ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല വീട്ടിൽ നിന്ന് വൈഫും മോളൊക്കെ വിളിച്ചപ്പോൾ ഷാനവാസിനോട് പറഞ്ഞു കുഴപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഒരാൾക്കായിട്ട് കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റില്ല. ഷാനവാസ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് അവസാനം വരെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. അപ്പോൾ പക്ഷെ ഷാനവാസ് നല്ല പ്ലെയറാണ് കേട്ടോ. ഒരു തരത്തിൽ എല്ലാവരും എതിർക്കുന്നുണ്ടെങ്കിലും പിന്നെ ഒരു സൈഡിൽ പുള്ളിക്കാരൻ എല്ലാവരോടും സോഫ്റ്റായിട്ട് പെരുമാറുന്നുണ്ട്. പിന്നെ ആര്യനോട് ചോദിക്കുന്നുണ്ട്, ആരും വലിയ കുഴപ്പമില്ല. പിന്നെ രഞ്ജിത്ത്, ബിൻസി, സരിക, ശൈത്യ ഇവരെ നാലാളോടും പറയേണ്ടത് നിങ്ങൾ ഒനിയനുണ്ട്, ഒനിയലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒനിയലും റെനയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട് എന്നെ അവിടെ പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ റെനയ്ക്ക് അവിടെ ലാലേട്ടനോട് അങ്ങനെ പറഞ്ഞ് നിൽക്കാനൊന്നും പറ്റിയില്ല. ഒനിയലും പിന്നെ അത് വലിയ ഇതില്ല, അത് അവിടെ സംസാരിച്ച് നിർത്തി, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ആരാ രഞ്ജിത്തിനോട് ചോദിക്കുന്നുണ്ട് രഞ്ജിത്തിന് താടി തിരി വന്നിട്ട് അവർ പറയുന്നത് ഷേവ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സമയമല്ല, സാധനങ്ങൾ കിട്ടണില്ല അല്ലേ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നിങ്ങൾ കളിച്ച് വാങ്ങണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവർ നന്നായി കളിക്കുമായിരിക്കും. ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രി വന്നാലാണ് ഈ ഗെയിം മുന്നോട്ട് പോകുള്ളൂ. കാരണം ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ അനീഷ് തന്നെയാണ്. അനീഷുണ്ട്, അക്ബറുണ്ട്, പിന്നെ രേണു കളിച്ചു തുടങ്ങിയിട്ടില്ലേ ശരിക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, ഇനി ഒരു നല്ല വൈൽഡ് കാർഡ് എൻട്രീസ് വന്നാലാണ് നന്നായി ഈ ഗെയിം മുന്നോട്ട് പോകുള്ളൂ. ഇപ്പോൾ വീക്കെൻഡ് ലാലേട്ടനെ കാണാൻ എല്ലാവർക്കും ലാലേട്ടൻ്റെ എപ്പിസോഡ് അടിപൊളിയായിട്ടുണ്ട്. കാരണം ലാലേട്ടൻ എല്ലാത്തിനും ജിസയിൽ പാല് വേണമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഇനി തൊട്ട് ഞാനൊരു പശുവിനെ കൊണ്ട് തരാം, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ കറന്നെടുക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ ഭയങ്കര ഗൗരവവും അന്ന് തമാശപരമായിട്ട് ഇവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. ആരൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല മറുപടിയും ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അവരൊക്കെ അതാണ് അപ്പാനിശരത്ത് വിചാരിച്ച പോലെ അല്ലായിരുന്നു ലാലേട്ടൻ്റെ പ്രതികരണം. അതാണ് ആളൊന്ന് ഓഫായ പോലെ ആയി. പിന്നെ രേണുവിൻ്റെ വീഡിയോ, രേണു ബിഗ് ബോസിക്ക് പറയണതിന് മുന്നേ ഫസ്റ്റ് വീക്കിലാണ് ഞാൻ എലിമിനേഷനിൽ വന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്തു. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു
രേണു ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അങ്ങനെ മാപ്പ് ചോദിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ബിഗ് ബോസിലെ വിവരങ്ങൾ ചോർത്തി കൊടുത്ത് യൂട്യൂബേഴ്സിന് കൊടുക്കണത് ഇനി തൊട്ട് പാടില്ല എന്നാണ്. കാരണം ബിഗ് ബോസിൻ്റെ സസ്പെൻസ് അത് അതുപോലെ തന്നെ ഇരിക്കണം, എന്നാലും എപ്പിസോഡ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഷോയെ തകർക്കുന്ന രീതിയിലൊന്നും ചെയ്യരുതെന്നാണ് മിക്കവാറും. അത് രേവതി പിന്നെ അത് വേറൊരു ചാനലും കൂടി ഉണ്ട്, അവരുടെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും പറയാനുള്ളത് അതാണ്. കാരണം ബിഗ് ബോസ് കൊണ്ട് നമുക്ക് എന്തും പറയാം, പക്ഷെ അതിന് മുന്നേയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഷോയെ തകർക്കരുത്. കാരണം ഇത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു ഷോ തന്നെയാണ്.